فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. ബഹുമാന്യരായ വിശ്വാസികളെ, ഈ പരിസര പ്രദേശത്ത് നിന്ന് ഈ സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. വളരെയേറെ സന്തോഷം നിറഞ്ഞ വേളയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായ പ്രദേശമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പള്ളികൾ, അത്തരമുള്ള പള്ളി കൂടി ഈ പ്രദേശത്തിൽ ധാരാളം ആളുകൾ തിരി താമസിക്കുന്ന, എല്ലാവർക്കും കുടുംബസമേതം 5 വക്തും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു പള്ളി അൽഹംദുലില്ലാഹ് ഇവിടെ ഇന്നത്തോടെ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാണ്. വിശേഷായ സ്ഥലം ഇതിനു വേണ്ടി വഖഫായി നൽകിയ അവരുമില്ലാത്ത മഹാ മനസ്സ് കാണിച്ച സഹോദരൻ, അതുപോലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവകാൽ സൂചിപ്പിച്ചു സഹോദരിമാർ മുന്നോട്ട് വന്ന് അവരുടെ വലിയ വിഹിതവതിലേക്ക് ഏൽപ്പിച്ചു വന്നത് വലിയ സന്തോഷമുള്ള വാർത്തയാണ്. ഏതൊക്കെ അർത്ഥത്തിലാണെല്ലാം ഇതിന് കാരണക്കാരായോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ്? അയ്യുൽ ബിലാദി അഹബ്ബു ഇലല്ലാഹ്, നാടുകളിൽ പടച്ച റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബിയുടെ മറുപടി ലാ അദ്രി, എനിക്കറിയുകയില്ല എന്നാണ്. കാരണം അന്നുള്ള വിഷയത്തിൽ ഒരു വഹിയും കിട്ടിയിട്ടില്ല. വഹിയില്ലാതെ ദീനിന്റെ കാര്യത്തിൽ പറയാൻ എനിക്ക് അധികാരവുമില്ല. അതുകൊണ്ട് അവരുടെ മറുപടി പറഞ്ഞില്ല അതിൽ എനിക്കറിയുകയില്ല എന്ന്. പിന്നീട് ജിബ്രീൽ സല്ലല്ലാഹു മറ്റൊരു വഹിയുമായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീൽ സല്ലല്ലാഹു മറുപടി ലാ അദ്രി, എനിക്കറിയുകയില്ല എന്നായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി ജിബ്രീൽ സല്ലല്ലാഹു നിയോഗിച്ചു. ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഓരോ നാട്ടിലെയും പള്ളികളാണ് എന്ന മറുപടിയാണ് പിന്നീട് അതിന് വഹ്യായി കൊണ്ട് വന്നത്. ഭൂമിയിൽ വിശാലമായ പ്രദേശങ്ങളുണ്ടെങ്കിലും
അതിന് പടച്ചറപ്പിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്നത് ഓരോ നാട്ടിലെയും പള്ളികളാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്രദേശമാണെങ്കിലും ഏതാനും സെന്റ് ഭൂമിയാണെങ്കിലും പള്ളിക്ക് വേണ്ടി വഖഫായി മാറ്റിവെക്കുക, അവിടെ പള്ളി നിർമ്മിക്കുക എന്നത് തുല്യതയില്ലാത്ത ഒരു വലിയ നന്മക്കാണ് അതിലൂടെ തുടക്കം കുറിക്കുന്നത്. ഖിയാമത്ത് വരെ പിന്നീട് അത് മറ്റൊരു വഴിയിലേക്ക് മാറ്റപ്പെടുന്നില്ല. അത് എന്നേക്കും വഖഫായി കഴിഞ്ഞു. ആ വഖഫ് ചെയ്യപ്പെട്ട ആ സ്ഥലം ഈ ഭൂമി മുതൽ ആകാശം മുട്ടയുള്ള ഭാഗങ്ങൾ അത് വഖഫായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്തും ഇനി അത് പള്ളി അല്ലാതായി മാറുന്നില്ല. അവിടെ മറ്റു സംവിധാനമായി മാറ്റുന്നില്ല. ഒരുപക്ഷെ വീണ്ടും വീണ്ടും വികസിപ്പിച്ച് കുറച്ചുകൂടി വിശാലമായ പള്ളിയാക്കി അതിനെ ഒന്നുകൂടെ വികസിപ്പിക്കുക എന്നല്ലാതെ ഇത് എന്നേക്കുമായി പടച്ചറപ്പിന്റെ വഖഫായി മാറ്റിക്കഴിഞ്ഞു. അതാണ് വഖഫ് എന്ന വാക്കിനതാണ്. വഖഫ എന്ന വാക്കിന് നിന്ന് അതിൽ നിർത്തലാക്കി എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഇത് ഉടമാവകാശം നിർത്തിവെച്ച് അത് പടച്ചറപ്പിന് വേണ്ടി ഈ ഭൂമിയുടെ ഈ സ്ഥലത്തിന്റെ ഉടമാവകാശം മാറ്റിവെച്ച് കഴിഞ്ഞു. ഇനി ആ ഭൂമി വിൽക്കാൻ കഴിയില്ല. ഇനി ആ ഭൂമി മറ്റൊരാൾക്ക് ഓഹരി വെച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അയാളുടെ അവകാശങ്ങൾക്ക് അവകാശമായി സ്വീകരിക്കാൻ കഴിയില്ല. ഇത് ഉടമാവകാശം പടച്ച റബ്ബിനാണ്. അവന്റെ തൃപ്തിക്ക് വേണ്ടി ആ സ്ഥലം എന്നേക്കുമായി മാറ്റിവെക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഒരാൾ തന്റെ ഭൂമിയോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ പടച്ചറപ്പിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ അതിന് വഖഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ഇത് പടച്ചറപ്പിന് വേണ്ടി മാറ്റിവെച്ചു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ. അത്ര വലിയ മഹത്വമാണ് ഒരു പള്ളി ഉണ്ടാവുക. എന്തുകൊണ്ടാണ് പള്ളിക്ക് അത്ര വലിയ മഹത്വം ഉണ്ടായത്? വ്യത്യസ്തമായ കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, പടച്ചറപ്പിനോട് ഏറ്റവും അടുക്കുന്ന ഇബാദത്താണ് സുജൂദ് എന്നുള്ളത്. ആ സുജൂദ് എന്ന പദവുമായി ബന്ധപ്പെട്ട പദമാണ് പള്ളികൾക്ക് അറബിൽ ഉപയോഗിക്കുന്നത് മസ്ജിദ്, സുജൂദിന്റെ കേന്ദ്രം. സുജൂദ് ചെയ്യുന്ന ഇടം പടച്ചറപ്പും അവന്റെ പടപ്പുറവും തമ്മിൽ ഏറ്റവും അധികം അടുക്കുന്നത് സുജൂദിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അഖറബു മാ യകൂനു അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ തന്റെ റബ്ബുമായി ഏറ്റവും അധികം അടുക്കുന്ന രംഗം അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്. 7 അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് എല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വല്ലാത്തൊരു രംഗമാണ് സുജൂദ് എന്നത്. പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുവാൻ, അവരോട് മാത്രം പ്രാർത്ഥിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രമാണ് പള്ളികൾ. അതുകൊണ്ടാണ് പള്ളി വന്നിട്ട് പിന്നെ റബ്ബല്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ധിക്കാരം മറ്റൊന്നുമില്ല. മുൻഗാമികളായ അഹ്ലുസുന്നah നേതാക്കന്മാർ ഭൗതികമായ ദുന്യവിയായ സഹായങ്ങൾ പോലും ഒരു പടപ്പിനോട് ചോദിക്കാൻ, അനുവാദമുള്ള കാര്യങ്ങൾ പോലും പള്ളികളിൽ വെച്ച് ചോദിക്കാൻ അവർ വിസമ്മതിച്ച ചരിത്രങ്ങൾ പലതും കാണാൻ കഴിയും. ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വലിയ അബൂ ഹാസിം റഹിമഹുല്ലാഹ് വലിയ അറിയപ്പെട്ട താബഈ പണ്ഡിതനാണ്. അബൂ ഹാസിം അന്നത്തെ ഭരണാധികാരികളോട് പോലും ദീനിന്റെ കാര്യത്തിൽ മുഖം നോക്കാതെ ഉപദേശങ്ങൾ നൽകിയ, താക്കീതുകൾ നൽകിയ പ്രഗത്ഭനായ താബഈയാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന് ഭരണാധികാരി അദ്ദേഹത്തെ കഅബയുടെ സമീപത്ത് വെച്ച് അദ്ദേഹത്തിന് ഉപദേശങ്ങൾ ചോദിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും അവസാനം ഭരണാധികാരി പറഞ്ഞു, താങ്കൾക്ക് വലിയ സഹായം ആവശ്യമെങ്കിൽ പറഞ്ഞുകൊള്ളുക, ഞാനത് അംഗീകരിച്ചു തരാം. അബൂ ഹാസിം ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ ഭവനമായ കഅബയിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇവിടെ വെച്ച് നിങ്ങളോട് ചോദിക്കുകയോ അതിനേക്കാളും വലിയ അപമാനം മറ്റൊന്നുണ്ട് എന്നാണ്. അത്ര വലിയ മഹത്വത്തിലാണ് അവിടെ കണ്ടത് എന്നർത്ഥം. പള്ളികൾ പടച്ച റബ്ബിനുള്ളതാണ്. അവിടെ വെച്ച് ഒരു പടപ്പിനോടും തേട്ടമില്ല, ഒരു പടപ്പിനോടും ആളുകൾക്കുള്ള പ്രാർത്ഥനയില്ല. ഖേദനമെന്ന് പറയട്ടെ, ഇന്ന് പലപ്പോഴും പല പള്ളികളിലും പള്ളിയുടെ ഭാരവാഹികൾ നിർവഹിക്കുന്നത് വിരുദ്ധമായ ആശയങ്ങളാണ്. പള്ളികളിൽ വെച്ച് പല മഹാന്മാരെ വിളിച്ചു നേടുന്ന ആളുകൾ ഖുത്ബിയത്തി എന്ന പേര് പറഞ്ഞ് മാലയുടെയും മൗലിദിന്റെയും മാധ്യമത്തിന്റെയും പേര് പറഞ്ഞൊക്കെ 100,000 തവണ വ്യത്യസ്തമായ പേരുകൾ വിളിച്ച് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന്, ശൈഖ് ജീലാനി എന്ന് ഇറാഖിൽ
1000 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരു മഹാനായ മനുഷ്യനെ വിളിച്ചു നേടുന്ന പള്ളികളായി പല പള്ളികളും മാറുന്നു എന്നത് ഭാരവാഹികൾ കമ്മിറ്റിക്കാർ ഗൗരവമായി കാണേണ്ടുന്ന കാര്യമാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പള്ളികൾ റബ്ബിനുള്ളതാണ്. അതിനാൽ പടച്ചറബിനോടൊപ്പം ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന സൂറത്തുൽ ജിന്നിലെ വചനം നാം ഗൗരവമായി കാണേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, ഹൃദയത്തിൽ കുത്തിവെക്കേണ്ടുന്ന വചനമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത് ഇജ്അൽ ഖൽബക മസ്ജിദ. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ വിശ്വാസികൾ പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഖൽബിനെ നീ പള്ളിയാക്കി മാറ്റും. മനുഷ്യന്റെ മനസ്സ് ഒരു പള്ളിയായി മാറും, ഖൽബ് പള്ളിയായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. ഫലാ തദഉ മഅല്ലാഹി അഹദ. പള്ളി ഖൽബ് പള്ളിയായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നീ പിന്നെ ഒരാളോട് ദുആ ചെയ്യരുത്. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. പള്ളികൾ അല്ലാഹുവിന്റേതാണ്. അതിനാൽ പടച്ചറബിന്റെ കൂടെ ഒരാളോട് ദുആ ചെയ്യരുത് അല്ലാഹു പറയുന്നു. അത്തരം പള്ളിയാക്കി നിന്റെ ഖൽബിനെ മാറ്റുക. നിന്റെ ഖൽബിൽ ഒരു പടപ്പിലേക്ക് തിരിയാൻ പാടില്ല. നിന്റെ ഖൽബിൽ നിന്ന് ഒരു പടപ്പിനോട് തേട്ടമുണ്ടാകാൻ പാടില്ല. ഒരു സൃഷ്ടിയിലേക്ക് നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ സഹായാർത്ഥനകൾ ഉയരാൻ പാടില്ല. നിന്റെ കാര്യങ്ങളെല്ലാം പടച്ചറബിനോട് മാത്രം നീ പടച്ചറബിനോട് മാത്രം സഹായമർത്ഥിക്കണമെന്ന് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച വചനമാണ്. അതാണ് സഹോദരന്മാരെ പള്ളി സവിശേഷമാകാനുള്ള മറ്റൊരു കാരണം. തൗഹീദിന്റെ കേന്ദ്രമാണ് പള്ളി. ആകാശഭൂമികൾ നിലനിൽക്കുന്നത് തൗഹീദിന്റെ ആശയത്തിലാണ്. പക്ഷികളും മൃഗങ്ങളും മരങ്ങളും എല്ലാം സ്വീകരിച്ച ആശയം തൗഹീദിന്റെ ആശയമാണ്. പള്ളികളും മരങ്ങളും പോലും പടച്ചറബിന് സാഷ്ടാംഗം ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. സബ്ബഹ ലില്ലാഹ് യുസബ്ബിഹു ലില്ലാഹ് എന്ന പ്രയോഗം ഖുർആനിൽ ധാരാളമായി കാണാം. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും പടച്ചറബിനെ പ്രകീർത്തിക്കുന്നുവെന്ന് അല്ലാഹു തആല പറയുന്നു. പക്ഷികൾ പോലും പടച്ചറബിനെ തസ്ബീഹ് ചെയ്യുന്നു. വലാകിൻ ലാ തസ്ബഹൂന തസ്ബീഹഹും. അവിടെ തസ്ബീഹിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷികൾ പോലും പടച്ചറബിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. പർവ്വതങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ്. കല്ലുകൾ പോലും പടച്ചറബിനെ ഭയപ്പെടുന്നു, പടച്ചറബിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് അല്ലാഹു ബഖറയിൽ പഠിപ്പിച്ചു. ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫദ്ദറു മിൻഹു അൽ-അൻഹാർ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പടച്ചറബിനെ സാക്ഷാത്കാരം ചെയ്യുന്നു. മനുഷ്യന്റെ നിഴലുകൾ പോലും അല്ലാഹു തആലക്ക് സാക്ഷാത്കാരം ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആകാശഭൂമികൾ അടക്കം എല്ലാ ജീവികളും സ്ഥാപിതമായത് തൗഹീദി അടിസ്ഥാനത്തിലാണ്. എല്ലാം അല്ലാഹു തആല കൽപ്പിച്ചത് തൗഹീദിന്റെ ബേസിലാണ്. ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും വന്നത് തൗഹീദ് പഠിപ്പിക്കാനാണ്. ആളുകൾ വിശ്വാസം അവിശ്വാസം എന്ന് രണ്ടായി വേർതിരിഞ്ഞത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. നരക സ്വർഗം അല്ലാഹു തആല സൃഷ്ടിച്ചത് തൗഹീദിന്റെയും ശിർക്കിന്റെയും കാരണത്താലാണ്. തൗഹീദുള്ളവർ സ്വർഗമാണ്, ശിർക്കുള്ളവർ നരകമാണ്. ഈമാനുള്ളവർ സ്വർഗമാണ്, കുഫറിനെ വഴി സ്വീകരിച്ചവർ നരകമാണ്. ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും അടക്കമുള്ള എല്ലാം ഉണ്ടായത് തൗഹീദ് ശിർക്കിന്റെ കാരണത്താൽ മാത്രമാണ്. ആ തൗഹീദിന്റെ കേന്ദ്രമാണ് പള്ളികൾ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. അതുകൊണ്ട് ഏറ്റവും പവിത്രമായി കാണേണ്ടത് പള്ളികളാണ്. ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പള്ളികളാണ്. എല്ലാ നന്മയുടെയും കേന്ദ്രമായി വർത്തിക്കേണ്ടത് പള്ളികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ അവിടെ ആരോ ഒന്ന് തുപ്പിവെച്ചത് കണ്ടു. ഒന്ന് കുരച്ച് കഫത്തോടുകൂടി തുപ്പിവെച്ചിരുന്നപ്പോൾ നബിയുടെ മുഖത്ത് വെറുപ്പുകളായി ആ സമസാക്കപ്പെട്ട കൈകൾ കൊണ്ട് നബിയെ അത് വൃത്തിയാക്കി. നബിയുടെ പള്ളികൾ ഇതിനുള്ളതല്ല. പള്ളികളിൽ മൂത്രമൊഴിച്ച ഒരു ഗ്രാമീണവാസി അഅറാബി, അദ്ദേഹത്തിന് അറിയില്ല സംസ്കാരമൊന്നും അറിയില്ല. അദ്ദേഹം ഗ്രാമീണനാണ്, നാട്ടുപുറത്തുകാരനാണ്. ആളുകളുമായി ഇടപെട്ട പരിചയമൊന്നുമില്ല, മാന്യതയും സംസ്കാരം അറിയില്ല. അദ്ദേഹം പള്ളിയിൽ വന്നു. പള്ളി നിൽക്കുമ്പോഴാണ് മൂത്രയിക്കാൻ പറ്റിയത്. അദ്ദേഹം പള്ളിയിലങ്ങ് മൂത്രയിച്ചു കഴിഞ്ഞ വിവരങ്ങൾ വിളിച്ചു അദ്ദേഹത്തെ.
നിലനിൽക്ക് പറഞ്ഞു കൊടുത്തു, പള്ളികൾ ഇതിനുള്ളതല്ല, ഇതൊന്നും പറ്റിയതല്ല. പള്ളികൾ റബ്ബിനെ പ്രവർത്തിക്കാനാണ്, നിസ്കരിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, ഖുർആൻ ഓതാനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗ്രാമവാസിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഹദീസ് ഒരിക്കാണ്. പള്ളികളിൽ അനാവശ്യമായ സംസാരം പോലും പാടില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ദുനിയാവിലെ കാര്യത്തെ സംസാരങ്ങൾ, കച്ചവടങ്ങൾ, അത്തരം ഇടപാടുകൾ പള്ളിയിൽ പാടില്ലാതെ പ്രത്യേകം പറഞ്ഞു. കളഞ്ഞു പോയ വസ്തു പള്ളിയിലുള്ള ഒരാൾ അന്വേഷിക്കുന്നത് കണ്ടാൽ പോലും എനിക്ക് അല്ലാഹു തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്, നബി തങ്ങൾ പഠിപ്പിച്ചത്. പണ്ഡിതന്മാരെല്ലാം പഠിച്ചത് പള്ളികളിലാണ്. ഇൽമിന്റെ കേന്ദ്രം പള്ളിയായിരുന്നു, ദീനിന്റെ കേന്ദ്രം പള്ളിയായിരുന്നു, ഭരണകേന്ദ്രം പള്ളിയായിരുന്നു, സകാത്തിന്റെ കേന്ദ്രം പള്ളിയായിരുന്നു, സ്വതക്കയുടെ കേന്ദ്രം പള്ളിയായിരുന്നു. എല്ലാ നന്മയുടെയും കേന്ദ്രം ആദ്യ കാലങ്ങളിൽ പള്ളികളാണ്. പിന്നീടാണ് സ്ഥാപനങ്ങൾ വന്നത്. ജാമിഅകൾ എന്ന കൺസെപ്റ്റുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഉണ്ടായി വരുന്നത്. പ്രത്യേകമായ കേന്ദ്രങ്ങൾ, ഇൽമിന്റേതായ പ്രത്യേകമായ കേന്ദ്രങ്ങൾ, മദ്രസകൾ പോലെയുള്ള മറ്റു സംവിധാനങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് പിന്നീട് ഉണ്ടായി വരുന്നത്. അതിനു മുമ്പൊക്കെ പള്ളികളാണ് കേന്ദ്രങ്ങൾ. ഒരു പള്ളി കേവലം 5 നേരം നിസ്കരിച്ച് ഏറി വന്ന വെള്ളിയാഴ്ച കഴിഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള കേന്ദ്രമല്ല എന്നർത്ഥം. ആ പള്ളികളിൽ നിന്ന് വലിയ വെളിച്ചം പ്രസരിപ്പിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇത്തരം സ്ഥാപന പ്രദേശങ്ങളൊക്കെ ധാരാളം മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്നു. അവർക്കൊക്കെ എന്തൊരു പള്ളി കൊണ്ട് നേട്ടം, 5 നേരം ജമാഅത്ത് കിട്ടും, അത് വലിയ നേട്ടമാണ്. അതിൽ മാത്രം പരിമിതമായിട്ടുള്ള പല പള്ളികളും നിസ്കാരം കഴിഞ്ഞാൽ പൂട്ടിപ്പോകുന്ന പള്ളികളാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നല്ല മെയിൻ റോഡിലെ ഓരത്തുള്ള ഒരു സലഫി പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ജമാഅത്ത് കഴിഞ്ഞ് പള്ളി പൂട്ടുകയാണ്. പുറത്ത് നിസ്കരിക്കാൻ പോലും സൗകര്യമില്ല. പൂട്ടിപ്പോയാൽ തന്നെ ഒരാഴ്ച നിസ്കരിക്കാൻ സൗകര്യമില്ല. മുഹറസ്കാരെ പൂട്ടിപ്പോകുമ്പോ പൂട്ടാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ യാത്രാമധ്യേ കയറി ചെല്ലുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ സമയത്ത് പള്ളി പൂട്ടുന്നത്? മറുപടിയാണ് ഏറ്റവും വേദനയായത്. ധാരാളം ആളുകൾ പള്ളിയിൽ കയറി വരുന്നു, അത് ശല്യമാകാണ്, അവിടെ ഞങ്ങൾ പൂട്ടിപ്പോകലാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെന്തിനാ പള്ളി? 24 മണിക്കൂർ തുറന്നു കിടക്കേണ്ട പള്ളിയാണെങ്കിൽ തുറന്നു കിടക്കണം. അങ്ങനെ നല്ലൊരു കൂടി യാത്രക്കാർക്കെല്ലാം കയറാവുന്ന ഒരു നല്ല മെയിൻ റോഡിന് സമീപത്താണോ 24 മണിക്കൂർ ഓപ്പൺ ആവട്ടെ, ആളുകൾ കയറും. ചില ആളുകൾ ദുരുപയോഗം ചെയ്യും. ബാത്റൂം വൃത്തികേടാവും, ആയിക്കോട്ടെ, അത് വൃത്തിയാക്കാൻ എന്തിനു സംവിധാനം കണ്ടാൽ പോലെ. പള്ളി പൂട്ടി പോകുന്നില്ല വേണ്ട. ഇനി അതല്ല ഇത്തരം പള്ളികളാണ് എങ്കിൽ അങ്ങനെയൊന്നും ആരും വരാനില്ല, ശരി, ആയിക്കോട്ടെ. എത്ര സമയമാണ് ആളുകൾക്ക് ആവശ്യമുള്ളത് ആ സമയത്തെല്ലാം തുറക്കപ്പെട്ട കേവലം നിസ്കരിച്ച് വരിക മാത്രമല്ല, അതിനുവേണ്ടി മാത്രം ഇത്ര നല്ല സ്ഥലവും ഇത്ര നല്ല കെട്ടിടവും ഉണ്ടാവേണ്ട കാര്യമില്ല. ചെറിയ സംവിധാനം ആവശ്യം. അതിനപ്പുറത്ത് ഖുർആൻ ക്ലാസുകൾ നടക്കണം, ദീനിയായ ഉപദേശങ്ങൾ നടക്കണം, നല്ല 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 സംരംഭങ്ങൾ ഉണ്ടായി വരണം. ചെറിയ ചെറിയ സംരംഭങ്ങൾ മതി. ഒരു 10 കുട്ടികൾ ഈ പരിസര പ്രദേശത്തുണ്ടെങ്കിൽ പള്ളി കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സംവിധാനം, ഒരു മദ്രസയായോ, ഒരു ഖുർആൻ പഠനമായോ, ഒരു ഹിഫ്ളായോ, ഒരു ദർസായോ, എന്തെങ്കിലുമൊക്കെ സംവിധാനം. വേറെ ബിൽഡിങ്ങും വേറെ സൗകര്യം ഒന്നും ആവശ്യമില്ല. ഈ ബാത്റൂമുകൾ മതി, ഈ പള്ളി മതി, ഈ സൗകര്യം മതി. അസുസ്കാരം കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് പള്ളിക്ക് എത്തിയ ശേഷം അവർ ഇവിടെ വരട്ടെ. വീട്ടിലെത്തിയ ശേഷം പള്ളിയിലേക്ക്, എന്നിട്ട് മഗ്‌രിബ് മുതൽ അല്ലെങ്കിൽ മഗ്‌രിബ് മുമ്പ് മുതൽ ആരംഭിച്ച് ഇശാ നിസ്കരിച്ച് 9 മണിക്ക് തിരിച്ചു വീട്ടിലേക്ക് പോയാൽ അൽഹംദുലില്ലാ അത്രയുമായല്ലോ. ഒരു 10 കുട്ടികൾ പള്ളി കേന്ദ്രീകരിച്ച് കൂടിയാൽ അവർക്ക് ദീൻ പഠിക്കാൻ ഒരു സൗകര്യം. ആരെങ്കിലും 2 പേര് പുറത്തുനിന്ന് വന്നു താമസിക്കാൻ സൗകര്യം വേണം, ആയിക്കോട്ടെ, പള്ളി താമസിച്ചോട്ടെ. ഞങ്ങളെ പള്ളികൾ ദർസ് ആരംഭിച്ചു. 20 വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നു. വലിയ കെട്ടും മറ്റൊന്നുമില്ല. കിടത്തം പള്ളിയിലാണ്, ഭക്ഷണം പള്ളിയിലാണ്, പഠനം പള്ളിയിലാണ്. അവരവിടെ താമസിക്കുന്നു, പഠിക്കുന്നു. രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം സ്കൂളിൽ വിട്ട് പള്ളിയിലേക്ക് വരുന്നു, ഇടയ്ക്ക് അവർ വീട്ടിൽ പോകുന്നു, അവർ പഠിക്കുന്നു. അൽഹംദുലില്ലാ ആ പള്ളി സജീവമാണ്. പലതും ചെയ്യാൻ കഴിയും. നമുക്ക് ദാറുൽ ഹദീസ് എന്ന ആശയം ഞങ്ങളുടെ പ്രദേശത്തെ കുറച്ചാളുകൾ കൂടി ആ തുടക്കം. ദാറുൽ ഹദീസ് ഒരു ദിവസം 100 ഹദീസ് പഠിക്കുന്ന സിസ്റ്റമാണ്. ഒരു ദിവസം 100 ഹദീസ്, ഒരു മാസത്തിൽ 3000 ഹദീസ് അവർ പഠിക്കുന്നു. ഒരു കൊല്ലം കൊണ്ട് 30,000 ഹദീസ്. ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി, അബൂ ദാവൂദ്, ഇബ്നു മാജ, ഈ 6 ഗ്രന്ഥങ്ങൾ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കുക എന്ന വലിയ ലക്ഷ്യം. ഇതിനേക്കാളും ചെറിയ പള്ളിയിലാണ് നടക്കുന്നത്. ഇത്ര സൗകര്യമില്ല അവിടെ. ഇത്ര സൗകര്യം ആകെയുള്ളത് 3 ബാത്റൂമാണ്. ആ പള്ളിയാണ് നടക്കുന്നത്. ഒരു പള്ളി താമസിക്കുന്നു, അവിടെ തന്നെ കിടക്കുന്നു. സുബഹിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി അദ്കാറുകൾ കഴിഞ്ഞാൽ അവർ ഹദീസ് പഠനം ആരംഭിക്കും.
രാത്രി 9:30 മണി വരെ ഒരാ പള്ളിയിൽ ഇരുന്ന് നിലത്തിരുന്ന് ഹദീസ് പഠിക്കും. ബെഞ്ചുള്ള സ്കൂളില്ല, ആ സൗകര്യമൊന്നുമില്ല, വേണ്ട, നമുക്ക് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നിലത്തിരുന്നുകൊണ്ട് അവര് പഠിക്കുന്നു. ഒരു ദിവസം 100 ഹദീസ് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം മറ്റെന്താ? ആ പള്ളി ഉണ്ടാക്കിയ മനുഷ്യർ എത്രയാ കൂടിയിട്ട് റബ്ബ് സ്വീകരിച്ച ചെറിയൊരു പള്ളി, ഇത്ര സൗകര്യം പോലും ഇല്ല, ഇത്രയൊന്നും സ്ഥലമില്ല, ചെറിയ സൗകര്യമേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ വരണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാറുള്ളത്. പള്ളികൾക്ക് വലിയ ദൗത്യം എല്ലാ കാലത്തും നിർവഹിക്കാൻ കഴിഞ്ഞുകൊണ്ട് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ആകത്തുക. കഅബാലയം ഒന്നാമത്തെ പള്ളിയാണ്. ഒന്നാമത്തെ ഭവനം പടച്ചറപ്പിന്റെ ഭവനമായി ആദ്യമായി ഭൂമിയിൽ പണിത ഭവനമാണ് കഅബാലയം. അത് തുടങ്ങുമ്പോൾ ആരാണുള്ളത്? കഅബ നിർമ്മിക്കുമ്പോൾ ആരാണുള്ളത്? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയും ആ കുടുംബവും, മറ്റാരുമില്ല. അന്നാണ് കഅബാലയം നിർമ്മിക്കപ്പെടുന്നത്. ഒരാളുമില്ല ഇവിടെ. തൊട്ടപ്പുറത്തെ 5 കുന്നുകളിൽ നിന്നായി ചെറിയ ചെറിയ കല്ലുകൾ വാപ്പയും മകനും കൂടെ കൊണ്ടുവന്ന് അവർ തന്നെ പടുത്തുണ്ടാക്കിയതാണ് കഅബാലയം എന്നത്. 7 മീറ്റർ ഹൈറ്റിലാണ് അന്ന് കഅബ നിർമ്മിച്ചത്. ഇബ്രാഹിം നിർമ്മിക്കുമ്പോൾ കഅബയുടെ ഉയരം 7 മീറ്ററാണ്. ഒരു വാപ്പയും മകനും കൂടെ അപ്പുറത്തെ കുന്നുകളിൽ നിന്ന് കല്ലുകൾ പൊറുക്കിക്കൊണ്ടുവന്ന് അവരും തന്നെ ഉണ്ടാക്കിയ ഒരു കേന്ദ്രം, അതാണ് പള്ളി, അതാണ് കഅബ. അന്നൊരു മനുഷ്യൻ അവിടെ ഇല്ല, ആൾതാമസമില്ല. അദ്ദേഹം പാർത്തതാണ് കൃഷി പോലുമില്ലാത്ത ഒരാളുമില്ലാത്ത പ്രദേശത്തിലാവട്ടെ എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിക്കുന്നുവെന്നാണ് ഇബ്രാഹിം പ്രാർത്ഥന. ആ കഅബാലയം ഇന്ന് 24 മണിക്കൂറും സജീവമായി കിടക്കുന്ന ലക്ഷക്കണക്കായ ഓരോ ദിവസവും നടക്കുന്ന ഒരു കേന്ദ്രമായി പടച്ചറപ്പ് അതിനെ സ്വീകരിച്ചു. അത് എത്ര ചെറിയ സംവിധാനങ്ങൾക്കും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വലിയ കബൂലിയത്ത് നൽകുന്നുണ്ട്. കഴിഞ്ഞ കാല ഇസ്ലാഹി നേതാക്കന്മാർ, കാരണവന്മാർ അവരൊക്കെ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രമായി സ്വീകരിച്ചത് പള്ളികൾ തന്നെയാണ്. KM മൗലവി പോലുള്ള ആളുകൾ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് അന്നത്തെ ഇസ്ലാഹി പ്രബോധനം, ഇസ്ലാഹി മുന്നേറ്റം, നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം വഹിച്ചത് പള്ളികളിൽ നിന്നും തന്നെയാണ്. KM മൗലവിക്ക് പള്ളികൾ സ്ഥാപിക്കാൻ വലിയ താല്പര്യം കാണിക്കുകയായിരുന്നുവെന്നാണ്. അതിന്റെ കൂടെ MK ഹാജി റഹിമഹുല്ലാഹ് സമ്പന്നനായിരുന്നു, ഉമറാക്കൽപ്പെട്ടവരായിരുന്നു. അവർക്ക് രീതിയിലാണ് സ്ഥലത്തെത്തിയ പള്ളി വേണം മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ സ്ഥലം കണ്ടെത്തുന്നു, അവിടെ നേരെ പള്ളി ആരംഭിക്കും. കെട്ടും മട്ടും വലിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒന്നും വേണ്ട, ആരംഭിക്കാം. മലപ്പുറം ടൗണിൽ ഇന്നും പോലെ കാണാം. മലപ്പുറം ടൗൺ തലയോട്ടിരിക്കുന്ന ഒരു വലിയ ഒരു പള്ളിയുണ്ട്. ഒരുപാട് ദൂരങ്ങളിലെ വിചാരം കാണാം. അത്ര വലിയ തലയെടുപ്പുള്ള പള്ളി MK ഹാജിയുടെ പരിശ്രമമാണ്. സ്ഥലം അദ്ദേഹം അവിടെ കണ്ടെത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കവിടെ തോട്ടമുണ്ട് നിലമ്പൂരിൽ, നിങ്ങൾ കുറച്ച് ആളുകൾ പോയി അവിടുന്ന് കുറച്ച് കവുങ്ങും മുളയും ഒക്കെ കിട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾ ഒരു പള്ളി പണിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അവിടെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ 2 ദിവസം പള്ളി ഉണ്ടാക്കും, അടുത്ത വെള്ളിയാഴ്ച ജുമുഅ ഉണ്ടാകും എന്നാണ് പ്രഖ്യാപിക്കുക. അന്ന് പ്രഖ്യാപിക്കാൻ പള്ളി ഉണ്ടാക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുക, അടുത്ത വെള്ളിയാഴ്ച ജുമുഅ ഉണ്ടാകും, ജുമുഅയ്ക്ക് വരണം. വഴി ഏറ്റെടുക്കേണ്ടവർ നമ്മളൊക്കെയാണ്. ഒരു തലമുറക്ക് ഇത് പകർന്നു കൊടുക്കണം. ഇതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് പുതിയ തലമുറ ഉണ്ടായി വേണം. ജാമിഅത്തുൽ ഹിന്ദ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കും. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും അധികം മക്കൾ പഠിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ജാമിയയുടെ 2 ക്യാമ്പസുകളുമായി അൽഹംദുലില്ലാഹ്. അത് വലിയ നല്ല ഒരു പ്രതീക്ഷയാണ്. അവിടെ പഠിച്ചിറങ്ങിയ ഹിക്കമികൾ അവർ ഇന്ന് ദാഴ്വാനുകൊണ്ട് സജീവമാണ്. ഒരുപാട് മക്കൾ ഈ പരിസരത്തൊക്കെ അവിടെ പഠിക്കുന്നു. ഇരിക്കുള്ളിൽ നിന്നുണ്ട്, അതേപോലെ വട്ടങ്ങളിൽ നിന്നുണ്ട്. ഈ പരിസരത്തൊക്കെ ധാരാളം കുട്ടികൾ അവിടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെ വരും ഭാവിയിൽ ഇത്തരം പള്ളികളെ നേതൃത്വം ഏറ്റെടുക്കാൻ, ദീനിയായ നേതൃത്വം ഏറ്റെടുക്കാൻ അവരൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആ നിലയ്ക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല ഒരു വെളിച്ചം ഈ പരിസര പ്രദേശങ്ങളിൽ, ജില്ലയിൽ മൊത്തം പ്രസാരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് പഴയ കാലത്തെ പോലെയല്ല. സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ എത്ര വലിയ എതിരാളികളും ആരും അറിയാതെ ഹക്ക് കേൾക്കാൻ കഴിയുന്ന, അതിലേക്ക് ചെവി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മുമ്പ് ഇത്തരം സദസ്സിൽ വന്നിരുന്നെങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ കേൾക്കാനും അറിയാനും കഴിയുക. ഇന്നതല്ല. ഇന്നവരുടെ വീട്ടിൽ വാതിൽ ചെന്നുകൊണ്ട് തന്റെ മൊബൈൽ ഫോൺ ഒരാളും അറിയാതെ ലോകത്ത്
ശരിയെ സ്വീകരിക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട്. ധാരാളം ആളുകൾ മാറി 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 വന്നുകൊണ്ടേ. ഇന്ന് ഞാൻ പരിചയപ്പെട്ടു, അദ്ദേഹം പറഞ്ഞു സമസ്തയിൽ അർത്ഥകാലത്തായി മാറിയുള്ള ആളുകൾ. കഴിഞ്ഞ ആഴ്ച ഒരാളെ പരിചയപ്പെട്ടു, നമ്മുടെ പള്ളിയിൽ ഇമാം നിൽക്കുന്ന വ്യക്തിയാണ്. ഇന്നലെയാണ് പരിചയപ്പെട്ടു. അദ്ദേഹം തെറ്റായ പുസ്തകങ്ങൾ പ്രവർത്തിച്ച് പിന്നീട് ഇസ്ലാം ഓർഗനൈസേഷന്റെ ചില പ്രബോധന പ്രവർത്തനങ്ങൾ അത് ശ്രദ്ധിച്ച് അതിലൂടെ കാര്യം ഗ്രഹിച്ച് ഈ വഴിക്ക് വന്ന് ഇന്ന് പള്ളിയിൽ ഇമാം നിൽക്കുവാനും അവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ അദ്ദേഹം മുമ്പിലുണ്ട്. ഒക്കെ നല്ല മാറ്റമുള്ള ഒരു കാലഘട്ടമാണ്. ദൈവത്തെ ഏറ്റവും നല്ലൊരു സമയം, ഇത്രയേറെ അനുകൂലമായ സമയം മറ്റൊന്നില്ല. ഒരു ഭാഗത്ത് എല്ലാ തോന്നിവാസങ്ങളും വ്യാപകമായി വരുന്നുണ്ടെങ്കിലും നിരീശ്വരവാദങ്ങൾ, സ്വതന്ത്രവാദങ്ങൾ, ലഹരിയും മയക്കുമരുന്നും അടക്കമുള്ളവ എല്ലാം വ്യാപകമായി ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ശരിയെ സ്വീകരിക്കാൻ ആളുകൾ ധാരാളമായി മുന്നോട്ട് വരുന്ന ഒരു ഘട്ടമാണ് നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ. അവിടെ ശരിയുടെ അത് പ്രസരിപ്പിക്കുന്ന അതിന്റെ പ്രചാരണം വഹിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റണം എന്ന് മാത്രം. അള്ളാഹുവിന്റെ ദീന് അള്ളാഹുവിനെ സംരക്ഷിക്കും. അത് അവരെ ഏറ്റെടുത്ത കാര്യമാണ്. ആ രംഗത്ത് നമ്മൾ സേവനം ചെയ്താൽ നമുക്ക് ലാഭം എന്ന് മാത്രം. വിശുദ്ധ ഖുർആനിലുള്ള വെളിച്ചത്തിന്റെ ഉറവിടം ഹദീസിലുള്ള രണ്ടാമത്തെ വഹി, ആ രണ്ട് വഹിയും പഠിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടി നമ്മൾ കിടന്നുറങ്ങേണ്ടവരല്ല. ഈ ഇരു വഹികൾ സമൂഹത്തിലേക്ക് എത്തിയില്ല. ആളുകൾക്കറിയില്ല ഖുർആനിന്റെ മഹത്വം, ആളുകൾക്കറിയില്ല ഇസ്ലാമിന്റെ മഹത്വം, ആളുകൾക്കറിയില്ല ഹദീസുകളുടെ പ്രാധാന്യം. വിശുദ്ധ ഖുർആനും ഹദീസുകളുമാകുന്ന ഇരു വഹികൾ കുറ്റമറ്റ തെറ്റുപറ്റാത്ത അറിവിന്റെ സ്രോതസ്സുകളാണ്. പടച്ചറബ് വഹിയായി ആകാശലോകത്തിൽ നിന്ന് ഈ ഭൂമിലോകത്തേക്ക് അവതരിപ്പിച്ചവയാണ് ഖുർആനും സുന്നത്തും എന്ന രണ്ട് വഹികൾ. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ് നമ്മൾ. കുറച്ചെങ്കിലും പഠിക്കാൻ അവസരം കിട്ടിയതാണ് എങ്കിൽ ആ വെളിച്ചം നാം കൂട്ടിവെക്കേണ്ടതല്ല. ആ വെളിച്ചം സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കണം. ആ വെളിച്ചം അറിയാത്തവരേക്ക് അത് കൊടുക്കാൻ നമുക്ക് പറ്റണം. ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഖുർആനുമായി ബന്ധമില്ലാത്തവർ, ഹദീസ് എന്താണ് എന്ന് പോലും അറിയാത്തവർ, ദീനിന്റെ ബാലപാഠങ്ങളെ പോലും അറിയാത്ത എമ്പാടും ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ എല്ലാം ഉണ്ട്. അവരിലേക്ക് എല്ലാം നമുക്ക് ഈ വെളിച്ചം പകർന്നു കൊടുക്കാൻ, അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാം. സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. പടച്ചറബ് തൗഫീഖ് നൽകിയാൽ, ഹിദായത്ത് നൽകിയാൽ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ എത്തിക്കാൻ നമുക്ക് കഴിയും. ഒരാളെ സ്വീകരിപ്പിക്കാൻ നമുക്കാവില്ല, ഒരാളെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്കാവില്ല. പക്ഷെ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ആരെയൊക്കെ എത്തിക്കാൻ കഴിയണം. സുന്നത്തിന്റെ പ്രധാനമായി മാറണം. വിദ്യാർത്ഥികൾ നാട് നീളെ വ്യാപകമായി വരുമ്പോൾ അവിടെ സുന്നത്ത് ഒരു വെളിച്ചമായി കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഹദീസുകൾ, സുന്നത്തുകൾ കുഴിച്ചു മൂടപ്പെടുന്ന കാലം വരുമെന്നാണ്, ഹഖ് കുഴിച്ചു മൂടപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഏതാനും ചരൽക്കല്ലുകൾ വെളുത്ത കല്ലെടുത്തുകൊണ്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇത് വെളുത്ത ചരൽക്കല്ലുകളാണ്. ശേഷം അദ്ദേഹം ആ കല്ലുകൾ അവിടെ വെച്ചു. അതിന് മീതെ അദ്ദേഹം മണ്ണിട്ട് മൂടി. അങ്ങനെ ആ കല്ലൊക്കെ മണ്ണുകളിൽ പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ സുന്നത്തുകൾ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. സുന്നത്ത് വെളിച്ചമുള്ളതാണ്, അത് നല്ല പ്രയാസമുള്ളതാണ്. പക്ഷേ ആ സുന്നത്തുകൾക്ക് മീതെ വിദഗ്ധാകുന്ന മണ്ണിട്ട് മൂടിയിട്ട് ആ സുന്നത്തുകളെ കുഴിച്ചു മൂടുന്ന ഒരു കാലം വരും. അങ്ങനെ ആ കാലം വന്നാൽ സുന്നത്തുകളെല്ലാം നിർജീവമായി പോകും, വിദഗ്ധകളെല്ലാം സജീവമായി വരും. ആ വിദഗ്ധകൾ സുന്നത്തിന് മീതെ മണ്ണിട്ട് മൂടുന്നത് പോലെ സുന്നത്തുകളെ മറമാടാൻ ശ്രമിക്കുന്ന ആളുകൾ രംഗത്ത് വരാനുണ്ട്. അന്ന് നിങ്ങൾ സുന്നത്തിന്റെ വാഹകരായി മാറണമെന്ന് നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു പഠിപ്പിക്കുന്ന ഇമാം ഇബ്നു വല്ലാഹ് റഹിമഹുള്ളയുടെ കിതാബുൽ ബിദഅ് എന്ന ഗ്രന്ഥത്തിന്റെ സനദോടുകൂടി രേഖപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ആ കാലത്താണ് നാം ജീവിക്കുന്നത്. സുന്നത്തുകളെല്ലാം കുഴിച്ചു മൂടപ്പെടുകയാണ്, സുന്നത്തുകളെ ചവിട്ടി വിളിക്കുകയാണ്, പുച്ഛിച്ചു തള്ളുകയാണ്. ആ സ്ഥാനത്തെ വിദഗ്ധകളാണ് മേൽക്കോയ്മ നേടുന്നത്. ജന്മദിനങ്ങളായും ചരമദിനങ്ങളായും ഒക്കെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ, വ്യത്യാസമില്ലാത്ത വിധം ജീലാനിയുടെ പേരും നബിയുടെ പേരും ഒക്കെ ധാരാളം വിദഗ്ധകൾ നിറഞ്ഞാടിയ ദിവസങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതോടൊപ്പം ഇല്ലാത്ത നമസ്കാരങ്ങൾ, ഇല്ലാത്ത നോമ്പുകൾ, ഇല്ലാത്ത നിക്കറുകൾ, ഇല്ലാത്ത പ്രാർത്ഥനകൾ, ഇല്ലാത്ത സലാത്തുകൾ എല്ലാം വരികയാണ്. പല മുസ്ലിം വീടുകളിലും വ്യത്യസ്തമായ പ്രാർത്ഥന ഏടുകളാണ്. ആ ഏടുകൾ എടുത്തുകൊണ്ട് ഈ ഏടിൽ എത്ര പ്രാർത്ഥന നബിതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ന് അന്വേഷിക്കാൻ തയ്യാറായാൽ 80%
90% നബി തങ്ങൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, പിൽക്കാലത്ത് ആരോ കെട്ടിക്കുട്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന വ്യാജമായ പാത്രമാണ് അവയെ ഉള്ളടക്കം വന്നത് തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. പല വീട്ടിലുമുണ്ട് 33 വകയും 44 വകയും 550 വകയും ഒക്കെ വിശിഷ്ട സഹോദരിമാർ അത്തരം ഏടുകളുമായാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, വിശ്വാസമുള്ള ഉസ്താദിനോട് ഈ ഏടൊന്ന് കൊടുത്ത് ആത്മാർത്ഥമായി ചോദിക്കുക, ഉസ്താദേ ഈ ഏട്ടിൽ അല്ലാഹു റസൂൽ ചൊല്ലിയ പ്രാർത്ഥനകളൊന്ന് ശരിയിടുക എന്ന് പറഞ്ഞാൽ ആ ഏഴിൽ കാണുന്ന 100 ദുആകളിൽ ഒരു 10 ദുആ പോലും പക്ഷേ നബികൾ നിർവഹിച്ച പ്രാർത്ഥന ഉണ്ടാകണമെന്നില്ല. അത്രയേറെ വിദഗ്ധർക്ക് വീണ്ടും കൂടി സുന്നത്തുകൾക്ക് മീതെ മണ്ണിട്ട് മൂടിയ, സുന്നത്തുകാരുടെ അടിയിൽപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അവിടെ സുന്നത്തിന്റെ വാഹകരാവാൻ നമുക്ക് സാധിക്കാം. ആ സുന്നത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. സുന്നത്ത് വല്ലാത്ത വെളിച്ചമാണ്. ആ വെളിച്ചത്തിന് മീതെ മണ്ണിട്ട് മൂടി പൊത്തിപ്പിടിച്ച് കാണാനാവാത്ത തൽക്കാലം അതിനെ ഒതുക്കി തീർക്കാനാണ് ആളുകൾ പരിശ്രമിക്കുന്നത്. പക്ഷേ അതല്ലല്ലോ നടക്കേണ്ടത്. ഈ വെളിച്ചം സമൂഹത്തിലേക്ക് ലഭിക്കണം. തോന്നിവാസങ്ങൾ വ്യാപകമാണ്, പലിശ വ്യാപകമാണ്, കൈക്കൂലി വ്യാപകമാണ്, ലഹരി വ്യാപകമാണ്, അശ്ലീല പ്രവർത്തനങ്ങൾ എമ്പാടുമാണ്, മൊബൈൽ ഫോണുകൾ തോന്നിവാസമാണ് ആളുകൾ ധാരാളമായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. കുടുംബ സംവിധാനങ്ങൾ തകർന്നടിയുകയാണ്. മാതാപിതാക്കളെ പലപ്പോഴും ശല്യമായി കണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. താൻ മുൻപ് പ്രസവിച്ച മക്കളെ പോലും കഴുത്തിരിച്ച് കൊല്ലുന്ന വാർത്തകളിൽ നിന്ന് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി തീരുമാനം അങ്ങനെയാണെന്ന് പറയില്ല, ഞങ്ങളെ സംഘടനാ തീരുമാനം അതാണെന്ന് പറയില്ല, ഞങ്ങൾ ജില്ല പോയിട്ട് ഇവിടെ ഹദ്ദാദ് വേണ്ട തീരുമാനിച്ചതെന്ന് പറയില്ല, അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് അത് ആലോചിക്കാമെന്ന് പറയില്ല. നേരെ മറിച്ച് അല്ലാഹു റസൂലിന്റെ പള്ളിയിലെ ഹദ്ദാദ് ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇല്ല. അവിടെ ഇല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല, അവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉണ്ടാവും. ഇനി അവിടെ ഉള്ള ഒന്ന് ഇവിടെ ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അവിടൊക്കെ പോയി പല തമാശകൾ പറഞ്ഞ പോലുണ്ടല്ലോ, നബി തങ്ങളുടെ പള്ളിയിലുണ്ടല്ലോ, സഹാബികൾ ചെയ്തിട്ടില്ല, ഹദീസിലുണ്ട്, പിന്നെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മുടെ പള്ളി നടപ്പാക്കുകയും ചെയ്യാം. ഒരു പ്രയാസമാക്കാനില്ല. ആ അല്ലാഹുവിന്റെ പള്ളിയാണ്, അല്ലാതെ ഒരു സംഘടന പള്ളിയല്ല. നാട്ടിലെ നിയമത്തിന് വേണ്ടി ഒരു സംവിധാനം വേണം, രജിസ്ട്രേഷൻ വേണം. അതിന് കൂട്ടായികളുടെ പേര് രജിസ്റ്റർ ചെയ്തു, അതിന് കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുത്തു, അത് ടേബ് കഴിയുമ്പോൾ കമ്മിറ്റി മാറും. ഇന്നൊരാൾ സെക്രട്ടറി ആണെങ്കിൽ നാളെ പക്ഷേ സെക്രട്ടറി ഉള്ളതായി മാറും. ഇന്ന് ഭാരവാഹി എല്ലാത്തിനാണ്, നാളെ ഭാര്യവാഹിയായി മാറും. ഇന്ന് എതിർത്ത് നിൽക്കുന്നതാണ്, പക്ഷേ നാളെ പറ്റുന്ന പള്ളിയുടെ കൈകാര്യകർത്താവായി മാറും. സ്വാഭാവികമാണ്. പള്ളി അല്ലാഹുവിന്റേതാണ്. തീർച്ചയായും പള്ളി അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് അല്ലാഹ് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും, നബികൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ നടക്കുന്ന ഒരു വലിയ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ് ഇൻഷാ അല്ലാഹ് ഈ പള്ളി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ പരിസരവാസികൾ മുഴുവനും ആളുകൾക്ക് ഈ പള്ളിയെ നിങ്ങൾ കാണണം. ആ വെളിച്ചത്തിന് നേരെ മുഖം തിരിക്കാതെ ആ വെളിച്ചം സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ ഈ പള്ളി കൂടി എനിക്കൊരു മാർഗമായി മാറി. ഈ പള്ളിയുമായുള്ള ബന്ധം എന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി മാറ്റി എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് മുതലായല്ലോ. ഒരു വ്യക്തി പറയാണ്, ആ പള്ളി വന്നതോടുകൂടിയാണ് ഞാൻ കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങിയത്, ആ പള്ളിയിൽ നിന്നാണ് ഞാൻ അഖീദ പഠിച്ചത്, ആ പള്ളിയിൽ നിന്നാണ് ഞാൻ ദീൻ പഠിച്ചത്. എനിക്ക് നാളെ പരലോകത്തെത്തുമ്പോ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിന് കാരണമായി മാറിയത് ഈ പള്ളിക്ക് വലിയ റോളുണ്ട് എന്ന് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് സമാധാനിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് മുതലായി ആ നിലയ്ക്കുള്ള നല്ല നിയമത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് ഈ പള്ളി ഏറ്റെടുക്കുക. ഞങ്ങൾക്ക് അടുത്തല്ല, ദൂരെയാണ്, എന്നാലും ഈ വഴിക്ക് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴേക്കൊക്കെ കയറാൻ പറ്റിയേക്കാം. ഏതാണെങ്കിലും ഈ പ്രദേശത്തുകാർ ഈ പള്ളി ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അല്ലാഹു നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.